കായിക പ്രേമികൾക്ക് കളിക്കളമാകേണ്ട കൊച്ചി നഗരസഭയുടെ ആദ്യ ടർഫ് ഒരു മാസമായി അടഞ്ഞുകിടക്കുകയാണ്. അറ്റകുറ്റപ്പണിയുടെ പേരിൽ അടച്ചിട്ട ടർഫിൽ ഇതുവരെ പണികളൊന്നും തുടങ്ങിയിട്ടില്ലെന്നാണ് പരാതി. അറ്റകുറ്റപ്പണിക്ക് ശേഷം ടർഫ് സ്വകാര്യവൽക്കരിക്കാൻ നീക്കമുണ്ടെന്നും ആക്ഷേപമുണ്ട്. കുറഞ്ഞ ചെലവിൽ കളിക്കാൻ യുവാക്കൾ ആശ്രയിച്ചിരുന്ന ടർഫ് അടഞ്ഞതോടെ പ്രതിഷേധവും ശക്തമാവുകയാണ്. ലഹരിയിലേക്ക് വഴിതെറ്റുന്ന യുവതലമുറയെ കായിക വിനോദങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ നഗരസഭാ ഭരണകാലത്ത് സ്ഥാപിച്ചതാണ് ഈ ടർഫ്. എന്നാൽ ഇപ്പോൾ ഒരു മാസമായി ഇത് അടഞ്ഞുകിടക്കുകയാണ്. കൊച്ചി നഗരസഭ കരുവേലിപ്പട്ടി ഡിവിഷനിലെ ടിപ് ടോപ്പ് അസീസ് സ്മാരക ടർഫാണ് അറ്റകുറ്റപ്പണികളുടെ പേരിൽ അടച്ചത്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഉടൻ തുറന്നു നൽകുമെന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം. എന്നാൽ ഒരു മാസം പിന്നിട്ടിട്ടും ഇവിടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടില്ല എന്നാണ് പരാതി. വളരെ ചുരുങ്ങിയ ഒരു തുകയുള്ള ഒരു മണിക്കൂറിന് 500 രൂപയാണ് ഇവർ വാങ്ങുന്നത്. സ്വകാര്യ വ്യക്തികളുടെയൊക്കെ ആകുമ്പോൾ ഒരു മണിക്കൂറിന് 1200 രൂപ വാങ്ങുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 കൊല്ലമായിട്ടുള്ള തോന്നുന്നുണ്ട്. അപ്പോഴൊക്കെയാണ് ഇത് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയേക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു മാസത്തിന് മേളിലായി ഇത് കൂട്ടിയിട്ടിട്ട് അറ്റകുറ്റപ്പണി എന്നുണ്ട്. നിങ്ങൾക്കൂടെ കാണാമല്ലോ, ഒരു പണി ഇവിടെ നടക്കല്ലോ, വെറുതെ കൂട്ടിയിട്ടേക്കണേ. ഏകദേശം 1 കോടി രൂപ ചെലവിലാണ് ടർഫ് നിർമ്മിച്ചത്. 2024 ഓഗസ്റ്റ് 17 മുതൽ സിഹെഡിനായിരുന്നു ടർഫിന്റെ പരിപാലന ചുമതല. പരിപാലനത്തിനായി 2 ജീവനക്കാരെയും നിയോഗിച്ചിരുന്നു. എന്നാൽ പുതിയ കൗൺസിൽ നിലവിൽ വന്നതിന് പിന്നാലെ 2026 ജനുവരി 13 സിഹെഡ് നഗരസഭയ്ക്ക് കത്ത് നൽകി പരിപാലന ചുമതലയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. പരിപാലനവും ഫീസ് ഈടാക്കലുമായി ബന്ധപ്പെട്ട് നിരവധി പരിമിതികൾ നേരിടുന്നുണ്ടെന്നും നഗരസഭ നേരിട്ട് നടത്തുന്നതാണ് അഭികാമ്യമെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു കത്ത്. ഇതിന് പിന്നാലെയാണ് ടർഫ് അടച്ചത്. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ടർഫ് സ്വകാര്യവൽക്കരിക്കാൻ നീക്കം നടക്കുന്നതായും ആക്ഷേപം ഉയരുന്നുണ്ട്. പിള്ളേർക്ക് ഉപകാരപ്രദമാകേണ്ട ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ എന്താണ് ഏതാണെന്നുള്ള ഇതുവരെ ഒരു മെനുവായിട്ട്, കാരണം ഇവിടെ ഒരു ബോർഡ് വന്നിട്ടില്ല അറ്റകുറ്റപ്പണികളാണെന്നുള്ളത്. അതുകൂടാതെ ഇത് എത്ര നാളത്തേക്ക് നീണ്ടുപോകും എന്നുള്ള ഒരു കാഴ്ചപ്പാടില്ല. ഇത് ഫണ്ട് എവിടെ നിന്ന് വരും എന്നതിനുള്ള ഒരു വ്യക്തതയില്ല. ഇതൊക്കെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ, അല്ലെങ്കിൽ നഗരസഭയുടെ സിഹെഡ്, അല്ലെങ്കിൽ ജനകീയങ്ങളുടെ ഒരു സമിതി, ഒരു ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി, ആ കമ്മിറ്റി വേണം ഇതിൻ്റെ നടത്തിപ്പും മെയിൻ്റനൻസും നടത്താൻ. ഇപ്പോൾ സ്വകാര്യവൽക്കരിച്ച് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. അവർക്ക് വലിയ തുകകൾ മെയിൻ്റനൻസിന് ചെലവാക്കി എന്ന് പറഞ്ഞ് അവരെ സംബന്ധിച്ച് ഇത് ലാഭമുണ്ടാക്കാനുള്ള ഒരു സ്ഥാപനമായി മാറും. ടർഫ് എത്രയും വേഗം തുറന്നു നൽകണമെന്നും കൃത്യമായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച വാർഡ് കമ്മിറ്റി തീരുമാനിക്കുന്ന വികസന സമിതിക്ക് പരിപാലന ചുമതല നൽകണമെന്നും ആവശ്യപ്പെട്ട് തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജിക്കും കൊച്ചി മേയർ VK മിനിമോൾക്കും നിവേദനം നൽകിയിട്ടുണ്ട്. യുവാക്കൾക്ക് കളിക്കാൻ പൊതുയിടങ്ങൾ കുറവായ കൊച്ചിയിൽ കുറഞ്ഞ ചിലവിൽ കായിക വിനോദത്തിന് അവസരമൊരുക്കിയ ടർഫ് എത്രയും വേഗം തുറക്കണമെന്നാണ് ഉയരുന്ന പ്രധാന ആവശ്യം. ന്യൂസ് മലയാളം, കൊച്ചി.